ലിങ്ക് സെൻഡ് ലിങ്ക് ഷെയർ ആക്കി സഞ്ജയ് സഞ്ജു മച്ചു മച്ചു ജിത്തു വന്നിട്ടില്ല അല്ലേ അത് കാണുന്നുണ്ടോ കർജു അതില് ഞാൻ രണ്ട് നമ്പർ നമ്പർ വെച്ചിട്ട് ലാസ്റ്റ് ഇത്തില്ല അതൊരു സൗണ്ട് അങ്ങനെ കാണുന്ന രീതിയിൽ ലാസ്റ്റ് രണ്ട് നമ്പർ ആഡ് ജിത്തുല്ലേ ഗ്രൂപ്പിൽ ലിങ്ക് ഇടാൻ പറയുന്ന ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടോട്ടെ നാലാളോ ആള് കൂടട്ടെ ഒന്ന് ഞാനാ ആ നാലാളുടെ തന്നെ ജസ്റ്റിസ് ഫോർ ജിത്തു എല്ലാം ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സ്ട്രീമിങ്ങിനെ വൈറലാക്കും മുടിയെല്ലാം പോയിടാ തൊണ്ടനെ നിഷാദക്ക ഞാൻ സൈലന്റൊപ്പം ലൈവിലാണ് എപ്പോ കളിക്കാൻ പോണേ 10 മണിക്കാ ഞാൻ സ്റ്റോറി ഇട്ടിട്ടാ ഓക്കെ അത് നടക്കൂല കാര്യം തന്നെ കുറച്ചാളായിട്ട് ഇതാക്കാലോ ജിത്തുണ്ട് ജിത്തു വെയിറ്റിംഗ് ജിത്തു വരുന്നുണ്ട് പത്താളുണ്ട് ഇല്ലെങ്കിൽ ഇയാളും ഉണ്ടാവൂല ഓർത്തു ജിത്തു ആരെങ്കിലും പറയുന്നത് നോക്കണേ ആരും വന്നിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല ഇതൊന്നിട്ട് തരാം
സരിനെ ഒരു പാർട്ടിലും പറയൂ നല്ല ടൈമിലാക്കോ അത് പാത്തെല്ലാം പറഞ്ഞിട്ട് എന്റർടൈൻമെന്റ് ആക്കണമല്ലോ. നമുക്ക് വീട്ടിൽ ആരെങ്കിലും പാട്ടുണ്ട് പാടില്ലേ? എല്ലാവർക്കും പാടി കൊടുക്കില്ല അങ്ങനെ പ്രശ്നമുണ്ട്. അതെ എന്തമ്മേ വെള്ളം അമ്മക്ക് ഭയങ്കര സാമ്പിളാ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്കലും കൊണ്ട് കൊടുക്കുന്നുണ്ട് റോക്കി സ്ട്രീമിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നാണ് പുതിയ കണ്ടന്റ് സെറ്റ് ആക്കാന്നാണ് പറഞ്ഞത്. ബിതുങ്ങി നോക്കുക ബും 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 അമ്മ സ്നേഹത്തോടെ അതെ ജിത്തു ഉണ്ട് ജിത്തു അനക്കൊന്നും ജിത്തു അവരോട് പൈസ കൊടുത്തിട്ട് ഇറക്കിയതാന്ന് തോന്നുന്നു. പൈസ കൊടുത്തിട്ട് എല്ലാരോടും പറഞ്ഞു. ഇത് ടേബിള് ഞാന് ഇങ്ങനെ എനക്കും അനക്ക് ഞാൻ പോവാം. മമ്മു ഇങ്ങോട്ട് വാ. മമ്മുവിന്റെ കഥകള് എനിക്ക് പറയാനുള്ളത് മുസ്താഖിന്റെ മുസ്താഖിന്റെ ഇന്നത്തെ പരിപാടി ഉഷാറാവണ്ടോ? മുസ്താഖിനെ എങ്ങനെ എന്റെ മുഖം മുസ്താഖ് സ്ട്രീമിൽ പിന്നെ അങ്ങനെ അവര് ചോദിക്കും അങ്ങനെ എന്താ പ്രശ്നമുണ്ടോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടോ? എല്ലാരും കൂടെ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് കറക്റ്റ്? യൂട്യൂബിൽ നിങ്ങൾ യൂട്യൂബിൽ നമ്മ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ചോദിച്ചു. ഇത് സ്റ്റോറി വീണിട്ടടാ. എല്ലാരും ലൈക്ക് അടിച്ചേ. ജിത്തു ഫാൻസ് ബലൂണ് കണ്ട് ഇന്ന് മനസ്സേ ബലൂണ് ഇന്ന് സീന് നാട്ടില് പുറത്തിറങ്ങിയാലുണ്ട് ബലൂണ് വെക്കുന്നത്. ചോദിച്ചു ഒന്നിന് 100 രൂപ. ഒന്നിന് 100 രൂപ ഈ ബലൂണിന്. അത് നമ്മള് ഷാജുവിനോട് ചോദിച്ചു എത്ര ദിവസത്തിൽ ബലൂൺ എനിക്ക് വാങ്ങിത്തരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു. ഷാജു 130 ഞാൻ 2 മേടിച്ചു. ഞാൻ പറഞ്ഞ 130 2 മണിക്ക് വരുമ്പോ വണ്ടിയിൽ വരുമ്പോ കാറ്റിന്റെ എല്ലാം പൊട്ടിയത്. ബലൂണും പൊട്ടി എല്ലാം പോയി. മിഥിലാജിന് ഹായ്. ജിത്തുവിനെ മിസ് ചെയ്തു. ജിത്തുവിനെ ഇപ്പൊ എല്ലാരും കണ്ടിട്ടില്ല. ഇങ്ങനെ കൊറേ ആൾ ഒളിച്ചിരിക്കുന്നുണ്ട്. വിച്ചൂട്ട ഒരു ഹായ് തരുമോ? ഈ ഏരിയയിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. കണ്ണൻ ബായിക്ക് ഒരു ഹായ് കൊടുക്കാൻ പറ്റുന്ന കണ്ണൻ ബായിക്ക് ഒരു ഹായ്. കണ്ണൻ ബായി
ഹായ് കണ്ണമ്പായി ഹായ് സോറി ജബ്ലിക്ക് ഹായ് കൊടുക്കും ജബ്ലിക്ക് ഹായ് ജബ്ലിക്ക് ഹായ് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ സൗണ്ട് സൗണ്ട് പ്രശ്നമുണ്ടോ ക്ലാഷ് ആവുന്നുണ്ടോ സൗണ്ട് ബിസിനസ് ആണ് പഠിക്കട്ടെ ഇവരിതൊന്നും ചെയ്യുന്നത് അറിയട്ടെ ഇതെല്ലാം അറിയണ്ടല്ലേ സൂം ആവുന്നില്ല സൂം കുറയില്ല ഒരു മിനിറ്റ് കറക്റ്റ് കിട്ടുന്നില്ല ആ ഓക്കെ ഏത് മനോജിനും കിംബോയിനും കൊണ്ടുവന്നാലോ പ്രേക്ഷകരെ മടിയം പറയുന്നതൊക്കെ എന്തിനി അബിക്ക് സൗണ്ട് സൗണ്ട് ഓക്കെയാണ് സൗണ്ട് ഓക്കെയാണ് ഭാഗ്യം സൗണ്ട് ഓക്കെയാണ് അബിക്ക് ഹായ് ഒരടിയില്ല അബിയരി വിത്തോനെ വിളിക്ക് എഴുതാനും വായിക്കാനും വിത്തോ on the way. അബി സൂപ്പർ ആവൂ ജിത്തുവിനെ വിളിക്കും ജിത്തു ഇവിടെ ഉണ്ടായി എനിക്കൊന്ന് ഇങ്ങനെ കറങ്ങി തരുന്ന അങ്ങോട്ടോടെ പോയിട്ടുണ്ട് എന്തോ ഒപ്പിച്ചിനി എന്തോ വീട് എന്തോ ഒപ്പിച്ചിനി നമുക്ക് ഇതിനെ വെച്ചോക്കലോ ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ ഈ ലിങ്ക് ഇട്ടാണ് ഹലോ ഹലോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ഹലോ എന്റെ കാറാണ് ജിത്തുനോട് വീട് ഒപ്പിച്ചല്ല കളിച്ച് തോറ്റു ഇന്ന് കളിച്ചിട്ട് തോക്കും ചെയ്തതാ ജിത്തു കളിച്ചിട്ട് തോക്കും ചെയ്തു ഡിപ്രഷനൊന്നുമില്ല എനിക്ക് എനിക്ക് വേറെന്തോ പ്രശ്നമാണ് കിംബോയി കിംബോയി ജിത്തോട്ട് മാസാണ് ജിത്തോട്ട് മാസാന്ന് ജിത്തോട്ട് മാസാണ് ആരാ ഇന്നലെ ഷാജുവിനെ പറഞ്ഞേ ഷാജുവിനെ പറഞ്ഞു ഷാജു എല്ലാരും കമന്റ് ഇടിപ്പിച്ചിട്ട് കമന്റ് വന്നു ലാസ്റ്റ് കമന്റ് ആരേ ഷാജുക്ക ഇങ്ങോട്ട് വാ ഉസ്താദിന്റെ കഥകൾ പറയട്ടെ ഉസ്താദേ ഉസ്താദ് ജീവിതം മുസ്താഖിന്റെ കഥ പറയുമ്പോ ഏറ്റവും വലിയ കോമഡി എന്നറിയാം ഈ അതിന് വരെ മുസ്താഖിനെ കാണുന്നത് മുസ്താഖിന്റെ കഥ നിന്റെ മുന്നിലൊന്ന് കാണിച്ചു കൊടുക്കും ചെറുങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കല്ല ഒറ്റ ദിവസം കൊണ്ട് വയറാണ് ഇത് ഈ വിത്തു കൾച്ചറിലും മുസ്താഖിനെ പറ്റി ഒന്ന് പഠിക്കണം ആരാ മുസ്താഖിന്റെ കഥകൾ എന്തെല്ലാം മുസ്താഖ് സീനാണ് ഇന്നലെ ഷാജുക്ക് ഉണ്ടായിരുന്നു ഇന്ന് മുസ്താഖ് സീനാണ് എന്തൊക്കെ വായിസിന് പ്രമോഷൻ കൊടുത്താലോ വായിസിന്റെ പ്രമോഷൻ വായിസിന്റെ തൊപ്പിയില് സൈഡിനാ ഇതിപ്പോ മഴയുടെ ഫുള്ള് നാട്ടില് മൊത്തം മഴടാ സൂരജ് 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 ബ്രോ ഹായ് ബ്രോ ജാട നോക്കിയ സൂരജ് ബ്രോനോട് ഹായ് പറയുന്നത് ചലകത്തെ സൂരജാണ് സൂരജ് ബ്രോ ഹായ്
ഹായ് തരൂ ജിത്തു. ഹായ് എന്തായി? ജിത്തു വരുമ്പോ ശരിക്കും മാസം വിളിച്ചു തരണ്ടേ? കാര്യം ഇത് ജിത്തു, ഇത് റോക്കിയാണ് ഇന്നത്തെ ലൈവ് ഭരിക്കുന്നത്. റോക്കി പറയുന്നതാണ്. ഞാൻ പറഞ്ഞു അർജുനോട്. കിട്ടില്ല സ്ഥാനത്താണ് സ്പിന്നിൽ സെറ്റ് ആക്കി. അർജു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചലഞ്ചാണ് ചലഞ്ച്. അർജുൻ കൂട്ടാ ജിത്തു. ബ്രൂണോ ഡോഗ് ബ്രോ ബിഗ് ഫാൻ. ബ്രൂണോ ഡോഗ് ബ്രോ ബിഗ് ഫാൻ. ജിത്തു ബ്രോ ബിഗ് ഫാൻ. ജിത്തു ബ്രോനെ വേണ്ടു. വിട്ട കൈ കൊണ്ട് കണ്ണു തിരുമ്പി. ജിത്തു ബ്രോ കണ്ണമ്പായിക്ക് ഹായ് കൊടുക്ക്. കണ്ണമ്പായി ഹായ്. എനിക്ക് ജിത്തു എന്തോ അപ്പുറത്ത് എന്തെല്ലോ പറഞ്ഞിട്ട് മെസ്സേജ് ആക്കിപ്പിക്കുന്ന ഡൗട്ട് ഉണ്ട് കേട്ടോ. ബിഗ് ഫാൻ ആരുടെ എന്റെ മോനെ മുത്തേ. യദു ഫോർ ജിത്തു ഏട്ടനി വൈറ്റ് ഷർട്ട് ലവ്. ജിത്തുവായിട്ടൊരു കാര്യം അൽത്താഫ് വീഡിയോ എഡിറ്റ് ആക്കിട്ട് അയച്ചു കൊടുത്തിരി. റോക്കിക്ക് അയച്ചു കൊടുത്തിരി സ്റ്റോറി വെക്കാൻ വേണ്ടിട്ട്. ബസ് ഓടിക്കുന്നത് അൽത്താഫിലെ കളി എന്നപ്പാ. അതെ കാണു ഭയങ്കര പുച്ഛല്ലേ. എന്ത് ജിത്തു ഫാൻസ് കൊച്ചി. ജിത്തു ഫാൻസ് കൊച്ചി ഒരു ജിത്തു ഫാൻസ് കൊച്ചിയാ. ജിത്തു ഫാൻസ് മലപ്പുറം. ജിത്തു ഫാൻസ് മലപ്പുറം. ജിത്തു ഫാൻസ് മുടി വരട്ടെ. മുടി ഭയങ്കര ഷോ. അവരാകെ സംസാരിക്കാം. എന്നാ അൽത്താഫിനെ കണ്ടു. അൽത്താഫിനെ ക്യാമറ കാണിക്കണത്. ജിത്തു പാട്ട് പാടൂ. ജബ്ലിക്കണ്ണ ഹായ് കൊടുക്കൂ. ജബ്ലിക്കണ്ണ ഹായ്. ജബ്ലിക്കണ്ണന് ഹായ്. വീഡിയോ കോൾ ചെയ്യും. അൽത്താഫ് എന്ന പരിപാടി എടാ നീ എത്ര സൈബർ സ്ട്രീമിംഗിൽ വന്നിട്ട് ഓക്കെ നീ എന്ത് നിന്നെ കണ്ടത്? നിന്റെ ബസ്സിന്റെ വീഡിയോ ഇപ്പൊ അയച്ചു കൊടുത്തത് ഇതില് കാണിച്ചിട്ടുണ്ട് കേട്ടാ. ഉഷാറാക്കും ആള്.
ഇത് ചെരിവുണ്ട് ബാക്കിലെ ചേട്ടൻ ആരെയാ വിളിക്കുന്നത്? ചെരിവുണ്ട്. വായിസ് ആരാ വിളിക്കുന്നേക്കുന്നാ? വായിച്ച ഓനല്ല ഓന്റേതായ ബിസിനസ്, അല്ല അങ്ങനെയുള്ള വലിയ ബിസിനസ്. ജിത്തുഭായി പാട്ടിന് ഒരു വാക്ക് പറ. ഇതുമായി പറ്റിയ കൊറേ സൗണ്ട് ഭയങ്കര ക്ലാഷ് ആവുന്നുണ്ടോ? ഭയങ്കര കൊറേ ആള് സംസാരിക്കുന്ന നമുക്ക്. റോക്കി ഭായ് ജിത്തു ഓ ജിത്തു വേണമെങ്കിൽ നടക്കാണ്ട് ഇടങ്ങിയിരിക്കുന്നു. എടാ ഇവിടെ ഇരിക്കാൻ ചെയ്യേണ്ടിയ സീറ്റില്ല. ഗസ്റ്റിന് നീ ഒരു കസാര വന്നിട്ട് അഭിരാമില്ല, അഭിരാമ് വരുന്നത്ര. ഏത് അഭിരാമ്? അഭിരാമ വരും. കാട്ടി ബോയ്സ് കിരൺ ടി കാട്ടി ബോയ്സ് ജോർജ് ജിത്തുവാട്ടിന് ബാക്കിൽ വലിയ സ്ഥലമുണ്ട്. ജിത്തുവിന് ചെയർ കൊടുക്കേണ്ട ചെയർ വേണ്ട. ജസ്റ്റിസ് ഫോർ ജിത്തു. ജസ്റ്റിസ് ഫോർ ജിത്തു. ഗൈസ് റോക്കി ഫാൻ പട്ടുവോ? റോക്കി ഫാൻ പട്ടുവോ? യോ ലൈവ് ജിത്ത് നോക്കി. താങ്ക്സ് ബ്രോ. കിരൺ അല്ല ഇതാണ് സുന്ദരനില്ലടാ. എന്തെങ്കിലും നീ ഇതെല്ലാം നോക്കിട്ട് എന്തെങ്കിലും പരിപാടിക്ക് നീ സെറ്റ് ചെയ്യണോ? നിന്നല്ലേ ഇത് മെയിൻ ആക്കുക. നീ പരിപാടി സെറ്റ് ചെയ്യണോ? അതായത് ഒരാളെ നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളെ റോക്കി. റോക്കി ഫ്രം പട്ടു. ഇത് കാട്ടി ബോയ്സ് തട്ടുമ്പോൾ മുസ്താഖ് ബീബി തട്ടുമ്പോൾ. അല്ല മുസ്താഖിന്റെ റോക്കി ബായ് ജിത്തു ബ്രോ ബിഗ് ഫാൻ. താങ്ക്സ് ബ്രോ. എന്റെ ലൈവിലേക്ക് വന്ന ഇജാസിനെ സ്വാഗതം ചെയ്തു. കാണിക്കണോ? ഒടിയനെ കാണിക്ക്. എടാ ഒടിയന്റെ വലിയ കഥയുണ്ട്. ഫുള്ള് പൈസ കൊടുത്താണ്. കായരപ്പോഴ് വിച്ചൂട്ടിന് ഫാൻസ് ഉണ്ടോ? ചോദിക്കുന്നുണ്ട് ബാക്ക് നാളെ ചീത്ത വിളിച്ചു. ജിത്തു ചോദിക്കുന്നുണ്ടാ
ആംബ്രോസ് കൊടുത്തു അത് കഴിച്ചില്ല. ആംബ്രോസ് കൊടുത്തു നമ്മ ജിത്തു എനിക്കൊന്ന് പയ്യരോട് പറഞ്ഞിട്ട് ചുട്ടൻ ഉയിർ കാർത്തിക് ബി കെ അംബ്രോസ് കൊടുത്തു. അവിടെ അംബ്രോസ് അവിടെ ഉണ്ട്. അംബ്രോസ് വീട്ടിലായില്ല. മലയാളി വീട് വരുന്നത് പെരിങ്ങോത്ത്, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ. അവിടെ നേരെ 10 കിലോമീറ്റർ ഞാൻ പെരിങ്ങോം. അവിടെ KP കോളേജ്, ഗവൺമെന്റ് കോളേജ് പറഞ്ഞാൽ ആർക്കും അറിയാത്തില്ല. അതിന്റെ തൊട്ടടുത്ത് ലൊക്കേഷൻ ഇങ്ങനെയാണ് ഇവ നാട്ടിലെല്ലാരും ലൊക്കേഷൻ കറക്റ്റ് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. ജിത്തു ഒരു കമന്റിൽ കോളേജിലേക്ക് കാരണം കേട്ടോ, അല്ലെങ്കിൽ എന്റെ ഐപാക്സിലുള്ളതല്ലേ? ഐപാക്സിലുള്ളതാണ്. ഐപാക്സിലുണ്ടായതല്ലേ? ബാക്കിൽ എന്താ കാണിക്കുന്നത്? ഇതുവല്ല എന്തോ ആക്കുന്നത്. ഇത് എന്താ ആക്കുന്നത്? അതിലോ വീഡിയോ കളിക്കുന്നുണ്ട്. ഇല്ലല്ലോ നിന്നൊന്നും ജിത്തു ബ്രോ ഡാൻസ് കൊടൈക്കനാൽ റൂമിൽ വെച്ചിട്ട് വിളിച്ചു കൊടുക്കാം. വാ മുത്ത, എല്ലാരും വാ, എല്ലാരും വാ. ലൈവ് നമുക്കങ്ങ് ലൈവ് പോവാം. ഇതാരാ? മലയാളി എടാ നിന്റെ ഇതെന്താ പ്രൊഫൈൽ എന്താ? മലയാളി ഗെയിമർ ആരാ? അരിപ്പാ ചായ കുടിക്കാൻ പൈസ അയച്ചു തരുമെന്നാ? എന്നാലും വായിച്ചു കഴിഞ്ഞു. അത് ജബ്ലിയാന്ന് സാരംഗ്. അത് ജബ്ലിയാന്നാ? ഏത് മലയാളി ഗെയിമറാ? അത് ജബ്ലിയാണ്. മലയാളി പോറാനത് ജബ്ലി കണ്ണ ഓൻ വന്നിട്ട് ഉദായിപ്പാക്കി കമന്റ് ഇട്ട് നമ്മൾ ഐപാക്സിലുണ്ട്. ഐപാക്സിലുണ്ടാ? എന്നാ ഐപാക്സിലുണ്ടെങ്കിൽ നീ ബാ, ഇങ്ങോട്ടേക്ക് വരാം. നീ വീട്ടിലേക്ക് വാ. മുത്തേ നീ തീർന്ന് ഇതാര്? ഷാജു. ഏത് ഷാജാന് മുത്ത? ഏത് ഷാജാന്? നമ്മളെ ഷാജു. ഏത് ഷാജു? ഷാജുന്റെ കാര്യം. ജിത്തു പണിക്ക് വരും. ജിത്തു പണിക്ക് വരും. ജിത്തു പണിക്ക് വരും. ജിത്തു ഹായ്. നാളെ നമ്മ ബായ്സിന് 10 മണിക്ക് പെരക്ക് പോകാനുള്ളൂ. ജിത്തുവിനെ കാണുന്നില്ല. ജിത്തുവിനെ കാണുന്നില്ല. അർജോ
എടാ എന്തിനാ ശരി നീ കളി ഇവരെല്ലാം ബന്ധിച്ച് നോക്കി. എടാ ഇതൊന്ന് ചാർജ് തന്നെ കുഴപ്പമുണ്ടോ മയങ്ങി കളിക്കുന്ന നീ എന്തിനീ ടീമിനെ കൂട്ടി അല്ലേ നീ വിളിച്ചിട്ട് വന്നേറ്റാ എല്ലാം മയങ്ങി കളിക്കുന്ന നോക്കിയാ വരുന്നേ ഈ മുസ്താ കൊടുത്തു ഒമേഗകളിൽ കേറണമെങ്കിൽ ചെറിയ ടാസ്ക് ഉണ്ട് സെറ്റ് ചെയ്തിട്ടില്ല ഒമേഗകളിൽ കേറണമെങ്കിൽ അയ്യോ ഇതുപോലെ വിജയില്ലേ വിജയില്ല വിജയെല്ലാം വേറെന്തല്ലോ തിരക്കില് അതാ ഷാജു അതാ ചോദിക്കുന്ന കിട്ടുമോ എന്ത് കിട്ടുന്നത് അതിന്റെ മുമ്പിൽ കിട്ടും ഓർത്തു അയ്യോ ഷാജു അതെന്താ അങ്ങനെ അമ്മോ. വേണ്ടാത്ത ഒരു അവസ്ഥ കല്ല് അതിപ്പോ ഇരിക്കേണ്ടി വരും ബലൂൺ തരുമോ ബലൂണാ ബലൂൺ ഇന്ന് മനസ്സിലായി ബലൂൺ തരുമോ മോനെ ആ നീല ബലൂൺ തരുവോ അത് ആര് ബ്ലാക്ക് 5C ബ്രോ ഹായ് ചങ്ങായിക്ക് ഷാജു വിളിക്കുന്നുണ്ടാ ഹലോ എന്ന് ഷാജു നീ ലൈവ് കാണുന്നില്ല വ്യക്തി ശരി കുട്ടി ക്ലാസ്സിലുണ്ടാവും ജിത്തു അല്ലെങ്കിലേ വെള്ള ഗ്ലാസ് ഇനി ലൈവ് ചെയ്യുമ്പോ എപ്പോ ഈ വെള്ള ഷർട്ട് അങ്ങനെ മാറണം വെള്ള ഷർട്ടും ഈ ഗ്ലാസ് ഇട്ടിട്ട് ലൈവ് ചെയ്യണു നിന്റെ ഇങ്ങനത്തെ ഈ വേഷം വെച്ച് ട്രോൾ വീഡിയോ ട്രോൾ വീഡിയോ പിന്നെ ഏറോ ഇങ്ങനെ ഇട്ട് ചെയ്യാലേ പൊട്ടി ഗ്ലാസ് ഇത് ഇന്നലെ ഷാജു വന്നില്ലേ ഈ ലൈവ് എത്ര ആള് കാണും ഈ ലൈവ് 28 ആണ് ഇപ്പൊ കാണുന്നില്ല ഈ ലൈവ് പോസ്റ്റ് ചെയ്താൽ എത്ര ആള് കാണും അതാ 28 ആളല്ലേ കാണും വേറെ ആരും കാണൂലല്ല റോക്കി വെള്ളം സെറിന് വെള്ളം വേണം പോലും അർജുന് അർജുനേട്ടന് വെള്ളം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഇതിന്റെ കുട്ടിക്ക് ഏതായാലും ഉപയോഗിക്കാം ഇവിടെ ഒമേഗകളിൽ പോകണമെന്ന് വേറെ സീനുണ്ട് അതില് 2 സ്ക്രീൻ ആക്കിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഫോണിൽ ഒമേഗകളിൽ വിളിക്കാലോ ഒറ്റയ്ക്ക് ഞാൻ കാണിച്ചു തരാം ക്യാമറ ഒരു ക്യാമറ ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടില്ല സീനാണ്ടായി ബ്രോ കമ്മിറ്റഡ് ആര് ജിത്തുവാ മിനി 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 ജിത്തു ആണോ ജിത്തു ബ്രോ കമ്മിറ്റഡ് ആണോ ജിത്തു ബ്രോ കമ്മിറ്റഡ് കമ്മിറ്റഡ് ആണെങ്കിലും മന്തി വാങ്ങിക്കാൻ പൈസ ജിത്തുവിനെ ഒഴിവാക്കണമല്ലോ ജിത്തുവിനെ ഒഴിവാക്കണമല്ലോ 5ാം ക്ലാസ് തൊട്ട് കമ്പ്യൂട്ടർ ഇതാ ജിത്തുവിനെ ഒഴിവാക്കണമല്ലോ ഇവരെ ഞാൻ ചെയ്യുമ്പോൾ കമ്മിറ്റഡ് അല്ല ഇത് പെട്ടെന്ന് ഇങ്ങനെ ജിത്തു ബ്രോ കല്യാണം ആലോചിക്കുന്നത് ജിത്തു ബ്രോ ഇതിനെ കുറിച്ച് പറയടാ സെറിന്റെ നീ പറഞ്ഞ ഇന്നലെ ഞാൻ ചോദിക്കുമ്പോൾ കമ്മിറ്റഡ് അല്ല നീ ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ കമ്മിറ്റഡ് അപ്പൊ ഇന്നലെ ഓൻ അങ്ങനെ പറഞ്ഞു ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങനെ ജിത്തു അങ്ങനെ ആക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് നീ വിഷയം പറഞ്ഞു എന്നാ പറടാ ഇതിലെന്തോ ഉണ്ട് അപാകത ഉണ്ടല്ലേ അതെ ഇന്നലെ ഓൻ അങ്ങനെ ഇതിലെന്തോ അപാകത ഉണ്ട് ഈ ഇത് വിളിക്കണോ ചോദിക്കും ഓനോട് എന്ത് ചോദിക്കണ്ടേ ഇവരെ ഇവൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞാണ് ജിത്തു ട്രൂ ലവ് ആണ്
ജിത്തു അങ്കിതിനെ തേച്ചറാ തേച്ച് ജിത്തുന് പറയണ്ട. ജിത്തു ഉണ്ടല്ലോ അങ്കിതായിട്ട് എന്താ ഉണ്ടായിന് ശരിക്കും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ അങ്കിതായിട്ട് ജിത്തു എന്നാ ഉണ്ടായിന്? ശരണേട്ടാ ഐ ലവ് യു. ജിത്തു ഫാൻസ് മലയാളി ഗെയിമർ എന്താ പേര്? ജിത്തു കമ്മിറ്റഡ് ആണ്. ജിത്തു കമ്മിറ്റഡ് ആണ്. ഓൺലൈൻ പോയതോ എല്ലാരും ജിത്തുവിനെ ചോദിക്കുമ്പോ ജിത്തു ഓൺലൈൻ എടാ പോരാ ഫോണ് കണക്കാക്കിട്ട് വണ്ടി ഉണ്ടോ? എടുത്ത് ജസ്റ്റ് ഒന്ന് മറ്റേ നമ്മളെ ലൊട്ട കണക്കാക്കാനോ പോകട്ടെ. കമന്റ് വായിക്കാട്ടോ. റൈറ്റ് പ്ലേ സീൻ ഹായ് സരി ജസ്റ്റ് ഒന്ന് നോക്കട്ടെ പോലെ കട്ടാക്കാൻ നോക്കട്ടെ. നല്ലോ അതിൽ ഒളിച്ചിരുന്നു. യൂട്യൂബ് ലിങ്ക് എടുത്ത് ഇങ്ങനെ സ്റ്റോറി എല്ലാം ഇട്. യൂട്യൂബ് ലിങ്ക് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്. സീനാണ് കണക്ട് ആവുന്നില്ലല്ലോ. നമുക്ക് ജസ്റ്റ് വേറെ ഇതുണ്ട്. ജസ്റ്റ് നമുക്ക് ഫോണിൽ സാധനം കിട്ടപ്പോലെ എന്നിട്ട് നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. നമുക്കിത് ആവുന്നില്ല, ഈ സംഭവം കിട്ടുന്നില്ല. 2 സിസ്റ്റം തോന്നുന്നു. നടക്കോ? വോയിസ് ഇറങ്ങി വോയിസ് വോയിസ് ഇൻസ്റ്റാഗ്രാം കമ്പ്യൂട്ടർ ഇതെന്താ നമ്മള് കൊറേ ഉണ്ടാ? ഇത് കൊറേ ഉണ്ടായി. ഇപ്പൊ നോക്കി ഇപ്പൊ എന്തായാലും കാണാം. ഇത് സംഭവം നോക്കി എനിക്ക് തോന്നുന്നു പൈസ നീ തനക്ക് എന്റെ ഫോൺ ഇതൊന്നും കണ്ടാക്കി മിററിങ് ചെയ്തു. ഫോൺ മിററിങ് ചെയ്തു. ഇപ്പം ക്ലിയർ ആയി. നീ ഒരു കാര്യം ചെയ്യും. പക്ഷെ ലൊട്ട കണ്ടാക്കി 2 ക്യാമറ അറിയില്ല. ഇതിലിങ്ങനെയല്ല പഠിക്കല്. ഇതിലിങ്ങനെയല്ല പഠിക്കല്. നോക്കി നോക്ക്. എന്നിട്ടോ
ഷെയർ ചെയ്യാൻ പറ്റിയിട്ടാ ക്യാമറ വീഡിയോ വേണം. ആര് പറഞ്ഞ നീ എന്നാ പിന്നെ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതാ ഇപ്പൊ യൂട്യൂബിൽ ലൈവ് ആണോ? അപ്പൊ യൂട്യൂബ് എടുത്തു. യൂട്യൂബിൽ ചെയ്ത് നോക്കണം വച്ചാ വരുന്നില്ല പൈസ മാത്രമേ ഒന്ന് മാത്രമേ അതാണ് കാണിക്കൂലേ. അത് നമ്മ അവരെടുത്തിട്ടില്ല ഇതുവരെ. എടുക്കാല്ലേ എടുത്തു നോക്കിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അടുത്തിട്ട് വെച്ച് നോക്ക്. പോയില്ലേ പോയോ ഒരാളെ കിട്ടു നോക്ക്. ഓൻ പോയിട്ടൊന്നുമില്ല. ഓനായിട്ടുണ്ടല്ലേ മച്ചാ. ഇവനെങ്ങനെ അടുത്തേക്ക് കാണിക്കാണ്? ഇവൻ ഇപ്പഴത്തേക്ക് കാണിക്കാൻ പറ്റൂല. നാളെ രാവിലെ നമുക്ക് ഫോണിലാക്കാം. പിന്നെ സ്ക്രീനിലേക്ക് കൊടുക്കും. ആരും അടിച്ചു ആട്ടാ ജിത്തു ബ്രോ ഹസ്കി ഡാൻസ് കളിക്കണോ? ജിത്തു ബ്രോ ഹസ്കി ഡാൻസ് കളിക്കുവോ? OBS ആക്കിനി. OBS സ്റ്റുഡിയോ ഉണ്ട്. OBS സ്റ്റുഡിയോയിൽ എനിക്ക് ലൈവ് പോവാ. പക്ഷെ എനിക്കിപ്പോ യൂട്യൂബിൽ നിങ്ങൾക്ക് ലൈവ് വരുന്നത് കാണിച്ചു തരാൻ വേണ്ടി പറ്റൂലല്ലോ. അതെനിക്ക് ഓൾറെഡി ലൈവ് പോവാ. ഇങ്ങോട്ട് വരാൻ പറ. അത് OBS ഉണ്ടാക്കിന്ന് ചോദിച്ചു. അത് അതറിയാം. അത് സാധനം ആക്കി. നാളെ വൈകുന്നേരം ഫ്രീ അല്ലേ? അപ്പൊ സെറ്റ്. നാളെ തൊട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ലൈവ് ഉണ്ടാവും. സംഭവങ്ങളെ പഠിക്കും. ഒന്നും അങ്ങനെ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടാ. ഇങ്ങനെ നമ്മൾ നമ്മാരോട് ഇങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. തുടങ്ങേണ്ട ഒരു രീതിക്ക് നമ്മളൊന്ന് തുടങ്ങി അത്രയും നമുക്ക് ജസ്റ്റ് ഫോണിൽ നമുക്ക് ഇതിൽ കയറി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട രീതിക്ക് ആവട്ടെ. ഇത് നമ്മെല്ലാണ്ട് ഇലിപ്പില് 14 ആളുണ്ടല്ലേ? അല്ല നമുക്ക് ഇതിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഫോണിൽ വിളിച്ചോക്കാം. കാണുന്നോക്കാം. ചാർജ് കുത്തിയില്ല ജിത്തു നീ? ഇവനെ ഏൽപ്പിച്ചു ജിത്തുന. ഇതുണ്ടോ? പിന്നെ ഓർക്ക് പിന്നെ അങ്ങനെ ഇത് കാണിച്ചു കൊടുക്കൂ. ഇതെല്ലാം മണ്ടന്മാരായി പോയല്ലോ. നാളത്തേക്ക് റെഡി ചെയ്യല്ലടാ. ഇതൊരു കണ്ടന്റും ഇല്ലാണ്ട് ഇങ്ങനെ മണ്ടന്മാര് കണക്ക് ഒരു 4 ആള് ബാക്കിലും 3 ആള് മുമ്പിലും ഇങ്ങനെ ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കഥ പറഞ്ഞേ നോക്കട്ടെ. ഫുള്ള് മുസ്താഖിന്റെ വത്തക്ക കഥയുണ്ട് വലിയ. പണ്ട് വത്തക്ക ചോടാൻ വേണ്ടിട്ട് മുസ്താഖ് അർജുനും വായിച്ചു. മൂന്നാളും കൂടിയിട്ട് ലോഡ് എടുക്കാൻ വേണ്ടി ഗുണ്ടൽപേട്ട് ലോഡ് എടുക്കാൻ വേണ്ടി പോയിട്ട് ലോഡ് എടുത്തിട്ട് വന്നു. വത്തക്ക എടുത്തിട്ട് വന്ന് 2 ദിവസം നിർത്താണ് മഴ. വത്തക്കല്ല ഏടാ ഗോഡൗണിൽ. ഗോഡൗണിന്ന് വത്തക്ക എടുത്തിട്ട് വിൽക്കാൻ വേണ്ടിട്ട് പോയി.
വത്തക്ക വിൽക്കാൻ തുടങ്ങിയിട്ട് വത്തക്ക ഒരാൾ മുറിക്കാൻ പറയുന്നത് മുറിക്കുമ്പോ ഉള്ളിൽ വെള്ള വത്തക്ക അടിപൊളി വത്തക്കയുണ്ട്. എന്റെ മോനെ മുറിച്ച വത്തക്കയുണ്ട്, നല്ല ചോറുണ്ട്. അതാ പറഞ്ഞത് മുറിച്ചതെല്ലാം ചോദിച്ചത് അവർക്ക് കൊടുത്തതുള്ള ഇപ്പൊ 15 ചാക്ക് വെള്ളം ലാസ്റ്റ് എന്തൊക്കെ കിരണ്ട പശുവിന് കൊടുത്തല്ലേ 2 ലിറ്റർ എക്സ്ട്രാ ട്രിപ്പ് പോയി വത്തക്കത്തോടത്ത് പോയി വത്തക്ക നീ മനസ്സിലാ നീ മനസ്സിലാ കണ്ടന്റ് ഇല്ല കഴിവില്ല എന്തായാലും അടുത്ത ആഴ്ച നല്ല ദിവസത്തെ കണ്ടന്റ് ഇല്ല ഒരു കഴിവില്ല ഉറപ്പായിട്ടും അത് പറയേണ്ട പുതിയ വണ്ടി ഷോറൂം വണ്ടി 1.5 ലക്ഷം കൊടുത്തിട്ട് മേടിച്ചു. എന്നിട്ടോ സൂരജ് ബ്രോ നാളെ തൊട്ട് നമ്മ വരട്ടെ നല്ല കണ്ടന്റ് തരാം. ഡിമ്മ നിന്റെ കണ്ടന്റ് നമുക്ക് വേണ്ട. നീ അത് മറ്റേ കോലാച്ചി വ്യത്യാസം 1.5 ലക്ഷത്തിന് മേടിച്ചത് 15,000 കൊറേ അന്നെല്ലാം നേരത്തെ എന്റെ ആദിത്യ അല്ല എന്റെ ആദിത്യ നിന്റെ കണ്ടന്റ് നമുക്ക് വേണ്ട. കുട്ടൂസ് പെണ്ണല്ല എന്തായാലും സരിനെ ഗെയിം കളിക്കണ ബോറിംഗ് ആണ്. നമുക്കൊരു ബോറുമില്ല. ഈ വളരെ സുനിതായിരിക്കും. നമ്മളെ പരിപാടി ചെയ്തതാ. റിയ കളപ്പുരക്കൽ ഹായ് സരിനെ ഹായ് റിയ കളപ്പുരക്കൽ ഹായ് സരിനെ ഗെയിം കളിക്കടാ ഗെയിം എനിക്ക് ഇത് കണ്ടാക്കാൻ ശരിക്കും സെറ്റ് ആയിട്ടടാ. നാളെ വരും ഇപ്പൊ വേറെ ചെക്കൻ ഇറക്കിയിട്ടുണ്ട്. പഠിച്ചു വരുന്നില്ല, നമുക്കൊന്നും അറിയില്ലതാ. ഒരു 2 കൊല്ലം കഴിഞ്ഞ് സെറ്റോ. ഓ ആദ്യത്തെ സീന് രോഹിത് പലേരി ഹായ്. രോഹിത് പലേരിക്കെല്ലാം വലിയ ചാടയാണ്. രോഹിത് പലേരിയുടെ കഥയൊന്നും പറയണ്ട. എല്ലാം കത്തിച്ചേർന്നാ ഫുള്ള്. ആര് ഞാനൊരു റീല് കാണിച്ചേ. അയ്യോ എനിക്ക് അതല്ല, ഞാനൊരു സേവ് ഇട്ട് റീല് വെച്ചിന്. റീല് വെച്ച് കണ്ടു. ഇതുണ്ടോ സാധനം കണ്ടോ? നമുക്ക് കാണാൻ പറ്റുമോ? നമ്മക്ക് ഗോൾഡ് മേടിച്ചു കൊടുത്തിട്ട് ഗോന് പോകുമ്പോ നമ്മക്കൊരു ഗോൾഡ്, മിനി ഗോൾഡ്. ഇതെല്ലാരും കണ്ടേ, പക്ഷെ ഇതെല്ലാം രസമുണ്ട് കാണുന്നുണ്ടോ?
ആയിക്കോട്ടെ കമന്റ് ഡിമ്മ മുത്ത ഞാൻ വെറുതെ പറഞ്ഞാ ജിത്തു ഏട്ടാ നിങ്ങൾക്ക് ഡിമ്മ നാളെ എന്റെ ടീം കളിച്ചോ ജയിപ്പിക്കാം. ജിത്തു ലൈവ് തുടങ്ങിയപ്പോ വലിയ ടീമായില്ലേ? വലിയ ടീമായില്ല ആരിപ്പാ ഞമ്മ ബില്ല ടീമാ ഏത് റിയ ബില്ല ടീമാ ഇനി എന്ത് കണ്ടിട്ട് ഈ ബില്ല ടീം എന്ന് പറഞ്ഞു? ഷിജുക്കാരെ ഫാൻസ് ആണല്ലേ? ഷിജൂക്കല്ല ഷാജൂക്ക ഷിജു ഞാൻ ശരിക്കും വായിച്ചിട്ടല്ല. ആഷ് കിക്ക് ജിത്തു ഞാൻ എസ് മാത്രമേ ഷാജൂക്ക എവിടെ? ഷാജൂക്ക തിരക്കില് ക്ഷീണോ ഇന്നലത്തെ ലൈവില് വന്ന് ക്ഷീണോ കമന്റ് ബോക്സ് നമ്മൾ റിയനോട് ഹായ് ചോദിക്കും. കമന്റ് ഷാജൂക്ക ഡിസ്കോഡ് സൂരജ് കെ റിയ ഹായ് കമന്റ് ബോക്സിലെ റിയക്ക് സൂരജിന്റെ വക ഹായ്. സൂരജ് ഡിമ്മ ഡിമ്മ അഞ്ചു മണി പണിക്ക് മച്ചാ പണിയില്ല മച്ചാ രാവിലെ 5 മണിക്ക് പണിക്ക് പോകണം. നാളെ രാവിലെ ഒന്ന് കണ്ണൂർ പരിപാടിയില്ല പിന്നെ സംസാരിക്കാം. ഇപ്പം വേണോ പിന്നെ സംസാരിക്കാം. ഒന്ന് റെഡി ആയിട്ട് സംസാരിക്കാം. കൊറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ വേണ്ടിട്ടാ. റെഡി ആയിട്ട് നമുക്ക് നല്ല ഇരുന്നിട്ട് കൊറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സെറ്റ് ആയിട്ട് അത്രയും കൊറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കണക്ട് റൂം സെറ്റ് ആക്കിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇന്നാ വരുന്നത്. ജസ്റ്റ് അങ്ങനെ ഒന്ന് ഇട്ടതാ. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ. അർജുന വല്ല പണിക്കും അതാരാ പറഞ്ഞേ? അർജുൻ പണിക്കുന്നുണ്ട്. അർജുൻ KSUവിന്റെ ഡ്രൈവർ ഇപ്പൊ പണിക്കുന്നില്ല. ഞാൻ മുസ്താഖിന് ഭയങ്കര പ്രശ്നം. ഓനെ എല്ലാരും ഇങ്ങനെ ഓരോ ഡയലോഗ് പറഞ്ഞ് തളർത്തുന്നത്. വളരെ മോശം കൊണ്ടിടേന് നിന്നെ കാണിച്ചു കൊടുക്കാൻ പഠിക്കട്ടെ. ആ പിന്നെ നോക്കുന്നത് നിന്റെ ഫാൻസ് ഫുള്ള് പുസ്തകം വന്നിട്ട് നീ പഠിക്കണ്ട്. ഇത് ഞമ്മക്കിപ്പോ പെന്നും പേപ്പറും കിട്ടി. എന്താ എഴുതണ്ടെന്ന് അറിയില്ല. നാട്ടിലെത്തില്ല. ശരിക്കും 6 മണിക്ക് പണിക്ക് പോകണല്ലോ. ഇതിങ്ങനെ മുസ്താഖ് മുട്ടിച്ചിട്ട് 50 ഉണ്ടാക്കണം. ഇതൊരു വിഷയമാണ്. ഇത് നല്ല ടൈറ്റ് മുസ്താഖ് ഒറ്റ ക്ലാസ് ഇവൻ കൊണ്ടുവന്നേ ഇന്നത്തെ ഇത് കൊടുത്തിട്ടുണ്ട്.
അതിന്റെ കൈ അപ്പുറം പാചകം അങ്ങനെ ഉണ്ട് ജബ്ബിനൊരു കാര്യം ജബ്ബു ഒരു ജിബ്ബു തന്നെ ഒറ്റൊന്നേ കുട്ടിക്കില്ല അയിമ്പോഴൊന്നും ഒരു കൈയുടെ ഇതറാ എന്റെ മോനെ മുട്ടിച്ച് അപ്പൊ ശരിയാ പോയി തരാം. അപ്പൊ ശരി അവര് പോയി കാണാം. ജിത്തു നോക്കി നീ വിളിക്കണേ. എൽ സ്ട്രീം ആണല്ലോ ജിത്തു. എൽ സ്ട്രീമിൽ നിനക്ക് അതും അറിയില്ലേ? എനിക്ക് അതറിയാം. ലോസ് ഇന്ന് ഫുൾ ലോസ്. നമ്മൾ ലോസാ, നമ്മൾ ബഗിടാന്ന്, മണ്ടന്മാരാണ്, പൊട്ടനാ കളിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ അർത്ഥം. നമുക്കറിയില്ല, പക്ഷെ നമ്മള് യൂസ് ചെയ്യുന്നുണ്ട്. 2 ദിവസം വെയിറ്റ് ആക്കപ്പാ. ഇന്നിങ്ങനെ ബേജാറാക്കാൻ എല്ലാം പെട്ടെന്നാക്കിട്ട് അല്ലേ? വണ്ടി ഓടിക്കാനും പഠിക്കണമെങ്കിൽ ഇപ്പം കൊറേ പഠിക്കാനെല്ലാം പോണ്ടേ? എന്താണെന്ന് കുറച്ച് പഠിക്കണ്ടേ? പഠിച്ചോണ്ടല്ലേ നമ്മള് അടുത്ത കാര്യം പഠിക്കാം. സ്ഥലം കണ്ണൂര്. ജിത്തു സീന്. ജിത്തു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സോങ് വെച്ചിട്ട് ജിത്തുവിനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാലോ? സോങ് ഇട്ട കോപ്പറേറ്റ് ഇട്ടല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? അത് ഫോൺ നമുക്ക് ഫോണിൽ വെക്കാവോ? പാട്ട് വെക്കാവോ? ഫോണിൽ പാട്ട് വെക്കാവോ? അങ്ങനെ ഉണ്ടാവും. വിച്ചുട്ടന്റെ ഫ്രെയിം ഔട്ടായി. വിച്ചുട്ടന്റെ ഫ്രെയിം ഔട്ടായി. നിങ്ങള് ഞാൻ ഒരു കാര്യം ചെയ്യട്ടാ. ഇപ്പൊ ഇവർ രണ്ടാളും കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട സംഭവം ഉള്ളത്. ഇവർ രണ്ടാളും എന്തെങ്കിലും നീ ആദ്യം ചോദിക്ക്, ഞാൻ എന്നാ ചെയ്യേണ്ടി ചോദിക്കും. മൃഗത്തിന്റെ ഒച്ചയിലാക്കട്ടെ ഇവര്. വിച്ചുട്ട പൂച്ചേന്റെ ഒച്ച. ലേറ്റ് ഉണ്ടാവൂല. ലേറ്റ് ഉണ്ടാവൂല. ലേറ്റില്ലല്ലോ. ഗെയിമിംഗ് തുടങ്ങണ്ടേ? എന്നാൽ വേഗം റീച്ച് അടിക്കും. ഹെൽപ്പ് ചെയ്യാം. ഗെയിമിംഗ് തുടങ്ങണേ. എടാ ഗെയിമിംഗ് തുടങ്ങുന്നത് പെസ് കളിക്കാൻ നോക്കുന്നു. ഇപ്പൊ അങ്ങനെ ഫോൺ അങ്ങനെ കട്ടാക്കി ഇപ്പൊ പെസ് കളിക്കും. ഫോൺ കട്ടാക്കി ഇപ്പൊ അങ്ങനെ പെസ് കളിക്കും. ഇതൊന്നും അറിയില്ലടാ നമുക്ക്. ഫോണ് കട്ടാക്കി പെസ് കളിക്കണം. ഞാൻ പറയുന്നു നിന്റെ ചങ്ങായി വരുവാ, അവനാക്കി തരൂലേ?
നമ്മളെ കളരി ഏത് കളി ആടിയിലെ നമ്മളെ വർഷോപ്പിന് മേലെ അതല്ലേ ജിമ്മല്ലേ സൂസല്ലേ സൂരജല്ലേ? അപ്പൊ നാളെ നമ്മളെ സൂരജ് നാളെ നമ്മളെ സൂരജ് വന്നിട്ട് നമുക്കെല്ലാം സെറ്റ് ആക്കി തരും. ഗെയിമോ സെറ്റ് പരിപാടി ഗെയിമോ സിനിമയോ എന്താ ഇപ്പൊ നമുക്ക് എന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്യാല്ലേ? അല്ലെ 1 മണിക്കൂറായി. നമ്മളിതിന് ഇട്ടൂന്നേ ഇല്ലു. നാളെ സെറ്റ് ആക്കാം. ഉറപ്പായും നാളെ സെറ്റ് ആക്കാം. ബസ് എല്ലാം നമ്മ നാളെ സെറ്റ് ആക്കും. ഇപ്പൊ നമ്മ ജസ്റ്റ് നമുക്ക് വെറുതെ ഞാന് ഈ ലൈവ് ലൊട്ട ഉമ്മേകളി ലൈവ് പോയേക്കട്ടെ. ഞമ്മ എന്നാ പിന്നെ ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് ബാക്കി നമുക്ക് പൊളിക്കാം. നമുക്ക് ഓരോരോ പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ 12 ആളുണ്ട്. നമുക്ക് 12 ആക്കി വെച്ചാൽ നമുക്ക് 12 ആക്കി മതി. സൂപ്പർ ചാറ്റെല്ലാം ഓൺ ആക്കാനുണ്ട്. കുറെ സാധനങ്ങൾ സെറ്റ് ആക്കാനുണ്ട്. സൂപ്പർ ചാറ്റ് ഓൺ ആക്കിട്ടാ ഇത് മറന്നു പോകുന്നു. കറക്റ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സൂപ്പർ ചാറ്റ് ഓൺ ആക്കാം. എല്ലാം ഓക്കെ എല്ലാം ഓൺ ആക്കുന്നുണ്ട്. സുദേവ് ജിത്തുക്കെ സൗരവ് നമ്മളെ ചെക്കൻ്റെ നമ്മളെ സൗരവിന്റെ ചെക്കനെ സെറ്റ് ആക്കുവാ. അതെയാ എന്നാ മുത്തെ കൂട്ടാൻ വരാ സെറ്റ് ആക്കണം. കപ്പിൾ ഡാൻസ് വേണം. ഈ കപ്പിൾ ഡാൻസ് ഇപ്പൊ വേണം. ബ്രോ നീ പൊളിക്കും മറ്റേ ഫുൾ സപ്പോർട്ട്. താങ്ക് യു. ആരി ബ്രോ മുഹമ്മദ് നിഹാദ് ബ്രോ നീ പൊളിക്ക് ഫുൾ സപ്പോർട്ട്. താങ്ക് യു മുഹമ്മദ് നിഹാദ്. നാളത്തെ സ്ട്രീം സെറ്റ് ആക്കാം. നാളെ ബസ് കളിക്കാം. സെറ്റ് നിങ്ങൾ പറയുന്ന എന്താ ഇങ്ങനത്തെ എന്താ അത് നമ്മള് കളിക്കും. ബ്രോ ശരിനെ ബ്രോ ആൽബിൻ മാത്യു ഐപാക്സിലെ ആൽബിൻ മാത്യു സെരിനെ വിളിച്ചിട്ടുണ്ട്. ആൽബിൻ മാത്യു സെറ്റ് എപ്പോ ഒരേ ഇപ്പൊ എല്ലാം ഇപ്പം ഭയങ്കര സെറ്റപ്പ് ആയിട്ട് പോവാൻ പറ്റും. അങ്ങനല്ല പഠിക്കല്ലോ നമ്മള്. ഞാൻ പറയുന്നത് പിന്നെ നമുക്കിപ്പോ 17 ആള് വാച്ചിങ് ഉണ്ട്. ലവ് യു ആൽബിൻ മാത്യു ലവ് യു. ലൈവ് ജിത്തു ആണ് മെയിൻ. ജിത്തു തന്നെ പിന്നെ നാളെ ഞാൻ വരുന്നില്ല കേട്ടാ. നാളെ ലീവാണ്. മറ്റന്നാ നാളെ ലീവാട്ടാ സാർ. നാളെ ലീവാ. നാളെ ഒരു ദിവസം ലീവാടാ. നാളെ ജിത്തു ലീവ് കൊടുക്കുന്നു. നാളെ ഒരു ദിവസം ലീവാടാ പ്ലീസ്. മറ്റന്നാ ഗൈസ് നാളെയൊക്കെ ലീവ് കിട്ടിയിട്ടുണ്ട്. മലയാളി ലീവ് ആയിട്ടുണ്ട്. അപ്പൊ മറ്റന്നാ അപ്പൊ നമ്മള് വിച്ചൂട്ട പോക്കേ ഉള്ളൂ. നമ്മ പരിപാടി നല്ല പരിപാടി നമ്മളൊറ്റ മൈൻഡ് ഉണ്ടായി. നമുക്ക് എല്ലാ ദിവസവും ലൈവ് പോണമെന്നില്ല ഒരു ഇതിലോണ്ട് നമുക്ക് ഇട്ടത്. ഇന്ന് ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ നീ പറഞ്ഞാ മതി. ഹലോ ഇത് ലൈവ് ഉണ്ടല്ലോ. സ്റ്റോറി കണ്ടിട്ടില്ല? സ്റ്റോറി കണ്ടി നീ? അതെയാ അതൊക്കെ ചെയ്യാനാണ് നിന്നെ വിളിച്ചിന്. എന്തെല്ലോ കാര്യങ്ങൾ ഇത് നീയോ ഇല്ല. നാളെ തൊട്ട് വേറെ കിടലം വരും. നല്ല ലൈവ് വരും.
ഓക്കെ ശരി. ഓക്കെ ഡൺ. റിയാക്ഷൻ വീഡിയോ ആക്കാൻ തുടങ്ങും. റിയാക്ഷൻ വീഡിയോ ആക്കാൻ എന്തായാലും തുടങ്ങും. റിയാക്ഷൻ വീഡിയോ നമുക്ക് പൊളിക്കാം. ഒരു ഐഡിയ ഉണ്ട്. ജിത്തു ബ്രോ നാളെ ഗ്രൗണ്ടിൽ വരും. നാളെ തീർച്ചയായും വരും ബ്രോ. അതെ ഞാൻ തന്നെ. ആരാ? നന്ദു അല്ലേ? നന്ദു ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? എന്നാ പിന്നെ ഗൈസ് നമ്മൾ എന്നാ പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഉള്ളത് നമുക്ക് റിയാക്ഷൻ വീഡിയോ ആക്കാൻ തുടങ്ങിയ ഞാൻ വായിച്ചു. നീ രണ്ടാമത്തെ വായിക്കുന്നേ. എനക്ക് വായിക്കണ്ട. പിന്നെ ഞാൻ വായിക്കുമ്പോ നീ കേൾക്കുന്നില്ല. അതെ ഞാൻ പറഞ്ഞു ഇന്നൊരു വീഡിയോ ഇടിപ്പിക്കാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞു സെറ്റ് ആക്കണം. വളർന്നു വരുന്നല്ലേ സെറ്റ് ആക്കണം. ഒരു 2 ദിവസം ആയാലല്ലോ എടുക്കൂലേ. നമ്മളിപ്പോ സാധനങ്ങൾ ഉണ്ട്. പിന്നെ ഇത് എങ്ങനെ ചെയ്യേണ്ടത് കണക്റ്റാക്കാൻ പറ്റുന്നില്ല. സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാകുന്നുണ്ട്. സൺഡേ ഒരു പെൺകുട്ടി ആയിരിക്കും ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അത് ബാക്കില് ജബ്ലു ജിത്തുവിന്റെ സർപ്രൈസ് പൊളിച്ച്. അങ്ങനെയും കുറച്ചാള് ലൈവില് വന്നോട്ട് മൈൻഡില് പറഞ്ഞത്. ഞായറാഴ്ച ഇങ്ങനെ കേൾക്കുമ്പോ ഏത് പൊമ്പിള്ളേറാണെന്ന് കേൾക്കുമ്പോ ചെലപ്പോ ടീംസ് വരും. ഞായറാഴ്ച രാത്രി സൈഡിനകത്ത് ലൈവ് തുടങ്ങിയാൽ മതിയിരുന്നോ? ബന്ധിങ്ങനെ നോക്കി നിൽക്കും. നീ ഒരു 2 മിനിറ്റ് മുമ്പ് ഇറങ്ങുന്നതായിരിക്കും നന്നായിട്ടുണ്ടായിരുന്നു. ശരി. 5 മണിക്ക് കളി തുടങ്ങിയാൽ 6 മണിക്ക് വരുമ്പോൾ ജിത്തു സാറാന്ന് പോയി. ഞാൻ ഹെൽപ്പ് ചെയ്യാം. നീ ഹെൽപ്പ് ചെയ്യണം. നീ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യണം. നീ എന്തായാലും നാളെ വിളിക്ക്. എന്റെ നമ്പർ ലൈവില് ചീത്ത വിളിക്കല്ലോ. ഈ ഗ്രൗണ്ടിലും വിളിക്കുന്നത് ജിത്തു ബ്രോ പറയും. ജിത്തു ബ്രോ പറയുന്നതാണ്. നാളെ നീ ഹെൽപ്പ് ചെയ്ത് ഇത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ കണ്ണൻ ഭായി ഈ ലൈവില് ഒരു കണ്ടന്റ് ആയിട്ട് വരും കേട്ടോ. കണ്ണൻ ഭായി ഇങ്ങനെ വരും. കണ്ണൻ ഭായി ഒക്കെ സീനാണ്. ഒരിക്കലും മറക്കാത്ത പേരെ. നമ്മള് കമന്റ് വായിക്കും ഇങ്ങനെ കണ്ണമ്പായി ഇതിലെ പേരൊക്കെ നമ്മൾ ഇങ്ങനെ ഓർക്കും. കണ്ണമ്പായി വിജയ് ലക്ഷ്മണൻ ബ്രോ. ബിഗ് ഫാൻ. ജിത്തുവിന്റെ അണ്ടി ഞാൻ പോലെ എന്നെ തെറി വിളിച്ചില്ലല്ലോ. ഞാൻ പോലെ മിസ്റ്റർ ബോയ് സൺഡേ ഞാനാവട്ടെ. ശ്രീത്തിന് എന്താ പിന്നെ ഞായറാഴ്ച എന്റെ ചെങ്ങായിണ്ട് ശ്രീത്ത്. ഓനെ നല്ല പെണ്ണിന്റെ വേഷലും കെട്ടിച്ചിട്ട് ഓനെ നല്ല ശ്രീത്തിന് നല്ല പെണ്ണെല്ലാം കെട്ടിച്ചിട്ട് കൊണ്ടുവരുന്നു ഞായറാഴ്ച. വിജയ് ഞാൻ ഓസട്ടല്ല. നിന്നെ പൊട്ടറാക്കുന്നേന്ന്. ഈ ടൗസർ അടിക്കല്ലേ ഞാൻ പോലെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനക്ക് വേണ്ടി വീട്ടിൽ നിന്ന് എന്റെ ഉറപ്പം വർത്താൻ വേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇങ്ങോട്ട് വരുന്നത് എന്നെ ലൈവിൽ ഇരുത്താൻ പറ്റിയ പുതിയ ഷർട്ട് തന്നെ. എനിക്ക് ഈ ഷർട്ട് വേണ്ട. ഇനി ഞാൻ വരുന്നില്ല. ഇനി ഞാൻ അവസാനമായിട്ട് ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ബൈ. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നത്തോടെ ഈ പരിപാടി ഞാൻ നിർത്തി. നാളെ പോലെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ജിത്തു ഫുട്ബോൾ അക്കൗണ്ട് ഉണ്ടോന്നാ മുത്തേ. പെസ്സിന്റെ കാര്യമായ അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഫോണിൽ കളിക്കുന്നുണ്ട്. പെസ് നല്ല അക്കൗണ്ട് ഉണ്ട്. ഇത് ഞാൻ വാങ്ങി സാധനം വീട്ടിലെ കൊണ്ട് പറയും. ഞാൻ അതിന്റെ കഥ നേരത്തെ പറഞ്ഞു. ജിത്തു വരും. സഫ്വാൻ ജിത്തു വരും. വേറെ കാര്യം പറയാം.
ജിത്തു പോയ അപ്പോഴുണ്ടെങ്കിൽ കുഞ്ഞ് ജിത്തു പോയി മുത്തേ, ജിത്തു പോയി. ജിത്തു പോയി. ജിത്തു മുത്തേ ജിത്തുവിനെ വിളിക്കടാ. ജിത്തു പോയ ചാനൽ ഡൗൺ ആക്കും. എന്നാ പറയുന്നത്. ജിത്തു അന്ന് ഇതിന്റെ ഐശ്വര്യം. മിസ്റ്റർ ബോയ്, ജിത്തു ആണ് ഇതിന്റെ ഐശ്വര്യം. ജിത്തു എവിടെ കള്ളവെടിക്ക് പോയ അല്ല, ജിത്തു തീർന്ന്. മുത്ത് അങ്ങനെ പറയില്ല, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ജിത്തുവിന്റെ തിരിച്ചു വരവുണ്ട് കേട്ടാ, കാര്യമായ സാധനം വരാനുണ്ട്. അന്നേരം ഇങ്ങ പറയും ജിത്തു. നമ്മള് ഫസ്റ്റ് പറഞ്ഞ ജിത്തു അല്ല ഇങ്ങ് പറയും. ജിത്തുവിന്റെ ഒരു വരവുണ്ട്, കാര്യമായ തിരിച്ചു വരവ്. അങ്കിത് മിസ്റ്റർ ബോയ് പോലെയുടെ ജിത്തുവിന് ഫാൻസും ഉണ്ട് ഹെയ്റ്റേഴ്സും ഉണ്ട് വെച്ചാല്. ആദിത് ആരും ഒന്നും പറയല്ലേ, മൊഞ്ചു പിടിക്കും ജിത്തു മൊഞ്ചു പിടിക്കുന്ന. ജിത്തുവിന്റെ വലിയ ബിറ്റുണ്ട്. ജിത്തു നമ്മളെ മാനവും കൂടിയിട്ട് ഓന്റെ വൈഫിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോ സംഭവം എന്ന് വെച്ചാല്, മാനവിന് വണ്ടി ഓടിക്കണം, മാനവിന് ആ ബൈക്ക് ഓടിക്കണം. അപ്പൊ ജിത്തു കൊടുക്കുന്നില്ല, ജിത്തുവിനും ഓടിക്കണം. ലാസ്റ്റ് ഇവര് കാസർഗോഡ് ആ ഭാഗത്താണ് അവളെ വീട് വരുന്നത്. അവിടെ എത്തിയിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മൈൻഡിലാണ് ഉണ്ടായത്. ഇവർ രണ്ടാളും കുഴപ്പമൊക്കെ അങ്ങനെ വരുമ്പോ സീനാ, എനിക്ക് വണ്ടി ഓടിക്കണം, ഓന് വണ്ടി ഓടിക്കണം എന്നുള്ള മൈൻഡില്. ലാസ്റ്റ് ഒരു പകുതി ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുക്ക് എത്തുമ്പോ ഇവര് വണ്ടി നിർത്തി സീനാക്കിയിട്ട്. അപ്പൊ മാനവും ജിത്തു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഭയങ്കര തർക്കമായിട്ട് ലാസ്റ്റ് ജിത്തു കൂട്ടാണ്ട് പോയി മാനവിന്. ജിത്തു പകുതി എത്തിയിട്ട് എനിക്കൊരു ബോധം തോന്നി, ഈ പട്ടിക്കാട്ടിലേക്ക് കൂടെ ഈ ബസ്സൊന്നും ഉണ്ടാവില്ല ഇപ്പോഴെപ്പോയിട്ടു. ഇവ തിരിച്ചു പോയിട്ട് കൂട്ടിയിട്ട് നാട്ടിലേക്ക് പോവാന്നുള്ള മൈൻഡില് ആ സീനാക്കി എടുക്ക് എത്തി. ലാസ്റ്റ് മാനവിനെ നോക്കുമ്പോ നല്ല പാങ്ങില് ഹോട്ടലിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു കൈ കഴുകാൻ വേണ്ടി. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് ആദ്യം ജിത്തു അടുത്ത് സീനാക്കി ലാസ്റ്റ് അവനെ കൂട്ടാണ്ട് പോയി. ജിത്തു വിഷയാണ്, ജിത്തു ഇങ്ങനത്തെ ഭയങ്കര സീനാണ്. ജിത്തുവിന്റെ കാര്യം ഉണ്ടല്ലോ, ആരുടെ എന്റെ ജിത്തുവിനെ പറഞ്ഞേക്കുന്നത്. അതെപ്പോ വന്ന് തിരിച്ചു വരവ്. സ്റ്റോറി അറിയാം കണ്ടാ ഞാൻ പറഞ്ഞു, ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. സ്റ്റോറി ഉണ്ട്, ഇത് ഇല്ല സ്റ്റോറിയാണ്. ഞാൻ കളവ് പറഞ്ഞത് ഇത് ഇല്ല സ്റ്റോറിയാണ്. ആദിത്യ പറഞ്ഞിട്ടില്ല സ്റ്റോറി അറിയാന്ന്. അമ്മ അങ്ങനെ കളവ് അറിയില്ല. എന്നാ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാല്ലേ, സംഭവം സെറ്റ്. എന്നാ പിന്നെ ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ട് വരും കേട്ടാ. എനിക്ക് സ്റ്റോറി അറിയാം, ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നു. കണ്ട സ്റ്റോറി എല്ലാവർക്കും. ലാവൻഡർ, സൂരജ് കെ, ഇത് കൊറേ ആയില്ലേ, കൊറേ മുഹമ്മദ് ബ്രോ ഡെയിലി ലൈവ് വരും. ഉറപ്പായിട്ട് ഡെയിലി വരാൻ ഇഷ്ടം. അതാ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ 10 ആളോ 15 ആളോ 20 ആളായാലും നമുക്കത് മതി, നമുക്കത് കണ്ടിരിക്കാം. ഡെയിലി ലൈവ് എന്തായാലും ഉണ്ടാവും. ഡെയിലി എന്തായാലും ഉണ്ടാവും കണ്ടന്റ്. ഞാൻ തരാട മുത്തേ എല്ലാം നമുക്ക് കണ്ടന്റ് ആക്കാം. എല്ലാരും വരിക, നമുക്ക് കണ്ടന്റ് ആക്കാം. നിങ്ങൾ ഓരോരോ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വാ, ഡാൻസോ പാട്ടോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇത് പാടിക്കൂടെ, ലൈവിൽ പാടിക്കൂടെ. ഭയങ്കര സെറ്റപ്പ് ഒന്നും നമ്മളിഷ്ടം, നമുക്ക് അങ്ങ് ഇത്രയില്ല. നമ്മക്ക് എന്താ തോന്നുന്നത് അതങ്ങ് ചെയ്യാം. നമ്മളെ കൂട്ടുള്ളൂ, നിങ്ങളെ കൂട്ടാണ്ട് പിന്നെ ആരെയാ കൂട്ടണ്ടേ? ആദിത്യ, സുനി RP, ശരി സുനിയേട്ടാ ഹായ്.
ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായി, അപ്പൊ ജസ്റ്റ് ലൈവ് ഇട്ട് അപ്പൊ 2 ദിവസം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. നിങ്ങളെ അപ്പുറത്ത് കിട്ടും കേട്ടാ. നമ്മളെ ലൈവിൽ കൂട്ടുവോ ഋഷി? ലൈവിൽ കൂട്ടും. ഋഷിനെ എന്തായാലും കൂട്ടും. ഗെയിം കളിക്കണമെങ്കിൽ ഇത് ഞാൻ ഒന്നും കണക്ട് ആക്കിയിട്ടില്ല, അതാ പ്രശ്നം. അപ്പൊ നാളെ എന്തായാലും നമ്മൾ ചെക്കൻ വരും, എല്ലാ കാര്യങ്ങൾ പറഞ്ഞു തരും. രണ്ടാൾ വരാറുണ്ട് ഇപ്പൊ ലൈവിൽ തന്നെ. ഇപ്പൊ ഒരാളും കൂടെ പറഞ്ഞു ഞാനും വരാം അറിയുന്നത്. എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. 2 ദിവസം ലൈവ് ഇട്ടല്ല എന്തായാലും, നമുക്ക് ആ ഒരു ആൾ വെച്ച് നമുക്ക് തുടങ്ങാം. സീനൊന്നുമില്ല. ജിത്തു പോയി എല്ലാരും പോയടാ. ജിത്തു പോയിട്ടാ, ജിത്തു ഇവിടെ ഉണ്ട്. ജിത്തുവിന്റെ സീന്, ജിത്തുവിന് മൊഞ്ച് ക്യാമറയുടെ മുമ്പിൽ വരാൻ വേണ്ടി പേടി. ബ്രോ ഞാനുണ്ട്. സുദേവ് ലാപ്ടോപ്പ് വിളിക്കല്ലേ? സുദേവ് ലാപ്ടോപ്പ് കത്തിക്കുന്ന സുദേവേ എന്താ ഇപ്പൊ വിളിച്ചിന്? വിജയലക്ഷ്മിയാണ്. ജിത്തു വിളിച്ചിനാ? സുദേവ ലാപ്ടോപ്പ് കത്തിക്കോ, ഓനെ ഒന്നും വിളിക്കല്ലേ? സുദേവിനെ വിളിക്കണ്ട. എന്നിട്ട് സുദേവിനെല്ലാം അറിയാപ്പാ. സുദേവെല്ലാം പണ്ടേ ഗെയിം കളിക്കുന്ന ചെക്കനാണ്. ജിത്തു ബ്രോ ഓഫായി. അവനെ വിളിക്ക്. വരുന്നില്ലോന് സീന്. സുദേവ ലാപ്ടോപ്പ് കത്തിക്കും, ഓനെ ഒന്നും വിളിക്കല്ലേ? ഋഷി ഇത് ഋഷി ഇത് കോപ്പി ചെയ്ത് ഇങ്ങനെ ഇടാ. ഇടക്കിടക്ക് വായിക്കാൻ പോകുന്നുണ്ട്. സുദേവിനെ അങ്ങനെ കൊല്ലുന്നുണ്ട് കേട്ടാ. ജിത്തു ബ്രോ ഓഫായി. ജിത്തു ഷമ്മി കളിക്കുന്ന. മിസ്റ്റർ ബോയ് അവന്റെ അണ്ടി എന്ന് പറയുന്നുണ്ട് ശ്രീത്തെ. ആർക്കും റീൽസ് എടുത്ത് ബീച്ച് നോക്കടാ. ആരെങ്കിലും റീൽസ് എടുത്ത് ബീച്ച് നോക്കണവരും. റീൽസ് നമുക്ക് വെറുതെ ഫോണിൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മതിയാ. എടീ ലൈവ് പാടായി നമുക്ക്. എന്താ ഇപ്പൊ ഞാനൊരു സാധനം കാണിച്ചു തരാം. ജാങ്കോന്റെ വീഡിയോ കണ്ടില്ല പുതിയ? ജാങ്കോന്റെ വീഡിയോ ജിത്തുവിന്റെ ഈഗോ അതിട്ട് നോക്ക്. ഞാൻ ജിത്തുവിനെ കാണിച്ചരാ. ജിത്തു ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിലായില്ലേ? എല്ലാരും ഇങ്ങനെ ആക്കാൻ ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിലായി കണ്ടോ? അതൊക്കെ സാധനം നോക്കിയ അല്ലാ ചിരിക്കുന്നാക്കെല്ലാം കിട്ടണെന്ന്. ജിത്തുവിന്റെ കാര്യം സീനാണ്. നമുക്ക് മറ്റേ ഈന മേടിച്ചാലോ? ജിത്തു ജിറാഫ് ഇപ്പൊ പുട്ടാമസിന്റെ കുഞ്ഞിയാ. ജിത്തു ചൊടിയാന്നൊരു ഇങ്ങനെയാ ഹൈറ്റ് മോളിലേക്കാ. ലൈറ്റ് വേണ്ട കണ്ണുണ്ടാ മോളത് നീര് വേണ്ട അല്ലേ? ജിത്തു അറിയുന്നത് മോളത്തെ ലൈറ്റ് വേണ്ട. ഓക്കെ ക്യാമറ പൊസിഷൻ നേരെ ആക്കൂ. ക്യാമറ പൊസിഷൻ നേരെ ആക്കൂ. ഡ്രാഗൺ കുഞ്ഞിനെ വാങ്ങിക്കോണം. ആടെ ഡ്രാഗൺ കുഞ്ഞി
എടാ ഡ്രാഗൺ കുഞ്ഞി തന്നെ ഹിപ്പോപ്പൊട്ടാമസ് അല്ല, ഡ്രാഗൺ കുഞ്ഞിനെ തന്നെ വേണ്ട, അതിനാണ് വേണ്ട. അതിനെ ഞാൻ സേവ് ഇട്ട് വെച്ചിന്, അത് കിട്ടും ശരിക്കും എന്നോ അത്. എടാ ഇത് ശരിക്കും എന്നാ മറ്റേ പെറ്റ് സ്റ്റേഷനിൽ അവർ ഇട്ടാണ്. ഇത് പെറ്റ് സ്റ്റേഷനിൽ അവർ ഇട്ടതാണ്, ഇത് നോക്കിയേ, ഇത് ശരിക്കും ഇല്ല എന്നാ. ശരിക്കും ഇല്ല എന്നത്. ഋഷി പണ്ടത്തെ റീൽ പൊക്കിയെടുക്ക് സൂയി വീഡിയോ. പണ്ടത്തെ റീല് പൊക്കിയെടുക്കാനാ? ഏത് നമ്മള് നമ്മള് വീണത് സീന്? ആ പണ്ടത്തെ റീല് കാണിച്ചു കൊടുക്കട്ടെ. പണ്ടത്തെ റീലുണ്ടോ? എന്തെല്ലാം തെറ്റിട്ടല്ലേ, എത്ര ആള് ട്രോളീന് മുത്തേ. ആഷിറല്ലോ ട്രോളിട്ട്, ആഷിറിന്റെ കമന്റിന് 4727 ലൈക്ക് അടിച്ചു കൊടുത്തു. അല്ല ഞാൻ പറയുന്ന ഓരോരോ ആള് അക്സെപ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ നോക്കിയ. അപ്പൂസ് സാപ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് ആണ് ഞാൻ പിൻ ചെയ്ത് വെച്ചിനെ. 20 വട്ടമൊക്കെ ഒരു വീഡിയോ കാണാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ ആ വീഡിയോ ഷെയർ ആയിനി. വേറെ കണ്ടന്റ് ബില്ല് ഒന്നും ഇല്ല ഇതില്. ആൾക്കാർക്ക് ഒരാള് കണ്ടാല് ജസ്റ്റ് അത് ഓപ്പൺ ആക്കി ചിരിക്കുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ. അതിനാർക്കും ബാഡോ ഒന്നും തെറിയോ ഒന്നും പറയാനില്ല. അതാ ശരിക്കും ആൾക്കാർ അങ്ങനെയാണ്. ആൾക്കാര് ജസ്റ്റ് അത്രേ ഇല്ലു. ഓരോരോ ആൾക്കാരെ മൈൻഡാണത്. അത് അല്ലാണ്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നു. സജ്ജാദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സജ്ജാദിന്റെ വീഡിയോ, ആ വീഡിയോ അത്യാവശ്യം ഫോളോവേഴ്സ് കയറിയ വീഡിയോ ആണ്. 491 ലൈക്ക് കയറി. പിന്നെ നമ്മൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാല്, നമ്മ ആ സമയത്ത് നല്ല മഴയുണ്ടായ സമയത്ത് നമ്മൾ ടർഫ് എന്നൊരു വീഡിയോ ചെയ്ത്, ബോൾ എടുത്തിട്ട് ടർഫിന്റെ നെറ്റിനടിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ആ വീഡിയോ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ രണ്ടാമത് വീഡിയോ എടുത്തത്. ജിത്തുവിന്റെ അക്കൗണ്ടിലുണ്ട് ആ വീഡിയോ. അത് നമുക്ക് ഏകദേശം 16.7 മില്യൺ റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കാണാത്തവര്. ഇത് ജിത്തുവിന്റെ അക്കൗണ്ട് ഇതാട്ടോ. അപ്പൊ ആൾക്കാർക്ക് അങ്ങനൊക്കെ മതി. ജസ്റ്റ് എന്റർടൈൻമെന്റിലെ സാധനങ്ങൾക്ക് ആൾക്കാർ ഓക്കെയാണ്. ജിത്തുവിന്റെ കമന്റ് ഇടാൻ സ്ക്രീനിൽ വാ. സുന്ദര കില്ലാടി ആയില്ലേ ഹീറോ. ഋഷി ജിത്തു മാറ്റിയാക്കി വീട്ടിൽ പോയിക്കോ, എല്ലാം പോയി. ജിത്തുവിനെ ഊക്കുന്ന ഋഷി മതിയാക്കിട്ട് വീട്ടിൽ പോയി കാലം പറയുന്നുണ്ട് കേട്ടാ. വിജയലക്ഷ്മി നീ കഥ പറയാണ്ട് ജിത്തുവിനെ വിളിക്കടാ, കാണാനിടാ. ജിത്തു നിങ്ങളൊന്ന് ജസ്റ്റ് കാണുമല്ലോ. ചിത്രം കാണാം. ഒരു മിനിറ്റ് പാട്ട് വെക്കാനാവൂല അല്ലെ? പാട്ട് വെച്ച് നിന്നെ ആലോചിക്കാനാവൂല. ഇപ്പൊ ജിത്തുവിനിപ്പോ എന്താ ഉണ്ടല്ലേ? ജിത്തുവിനിപ്പോ എങ്ങനെ ആക്ക? വന്ന രീതിക്ക് വാ. ചിത്തു ബലൂണൊന്നും വേണ്ട അല്ലേ? ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര ഒന്നും വേണ്ട. സെറ്റപ്പ്
അമ്മോ ജിത്തു ആൻഡ് സെലിനെ ലൈവിൽ കൂട്ടുടാ. ഷംന സലീം ഷംന സലീം ലൈവിൽ കൂട്ടും എല്ലാരും ലൈവിൽ കൂട്ടൂലേ? ലൈവിൽ വാപ്പാ. ജിത്തുവിന് ഇപ്പോഴും ചാടായില്ല. ജിത്തുവിന് ഭയങ്കര ചാടാ. ജിത്തുവിന്റെ കാര്യമൊന്നും പറയണ്ട സൂരജ്. ക്യാമറ തിരിച്ചാ മതി. അതിങ്ങനെ നോക്കാല്ലേ? ജിത്തുവായി ഭയങ്കര ബ്രോ ജിത്തു പണ്ടേ അങ്ങനെയാണ്. ചെറിയ കാര്യം മതി. ഓനൊരു ക്രിഞ്ചാണ്, ഓനൊരു കൊഞ്ചാണ്, അവനെന്തുവാണ്? നാളെ എണീക്കുമ്പോക്ക് നിന്റെ ഈ PC കത്തിപ്പോയിട്ട് നിന്റെ സ്ട്രീമിംഗ് നിൽക്കണം. ഈ കണ്ടോ നിന്റെ സ്ട്രീമിംഗ് നിൽക്കും, നിന്റെ യൂട്യൂബിന്റെ ഈ പൈസ കൊടുത്ത് ഉണ്ടാക്കിയ വൈഫൈ വരെ പോകും. സീനാക്കി ജിത്തു പണ്ടേ അങ്ങനെയാണ്. ചെറിയ ജിത്തു ലാസ്റ്റ് ഇട്ട പ്ലാൻ അത് മൊത്തം അങ്ങനെ. സരിനെ സൂരജ് കെ പിന്നെ ഡിമ്മ നാളെ വാ, നമുക്ക് ഓഫ് ആവാം. എടാ എന്നാ പിന്നെ സമയമായി ഗൈസ്, നമ്മൾ പോകുന്നു. കുറച്ച് പരിപാടികളുണ്ട് ബാക്കി. ഇപ്പൊ നമ്മൾ ആ പരിപാടികളിലേക്ക് പോകുന്നു. ടാറ്റ. ഓരോരുത്തരും വിളിക്കുന്നുണ്ട്. സഫ്വാൻ, എടാ സഫ്വാൻ നീ എന്തിനാ വിളിക്കുന്നത്? ശിശിന ഷാനി ലൈവിൽ കൂട്ടു. എടാ ശിശിനല്ല, ഷിഹിന. എന്ത് പേര് മോനായി 80 എന്തായാലും കൂട്ടും. ലൈവിൽ കൂട്ടും. നമ്മ ഇന്ന് ലൈവ് കട്ടാക്കട്ടെ ഗൈസ്. കോൾ എടുക്ക്. KUNNE സപ്പാനെ അപ്പൊ ഓക്കെ ഗൈസ്, ടാറ്റ. ഷമീമേ ലൈവ് കട്ടാക്കണ എന്നോട് ചോദിക്കുന്നല്ലേ? എനിക്കറിയില്ല, എന്നോട് ചോദിക്കണ്ട. എനിക്കറിയില്ല ലൈവ് കട്ടാക്കണ. ലൈവ് കട്ടാക്കാൻ പറഞ്ഞത് ഇത് എന്റെ സ്ട്രീം ഉണ്ട്. അപ്പൊ ഓക്കെ. അപ്പം അവസാനമായിട്ട് പറയുന്നത് നാളെ പോലെ ഞാനില്ല. ഞാൻ അന്വേഷിച്ച കാര്യം കൊണ്ട് വരാതെ നമുക്ക് അപ്പുറത്ത് വേറെ പരിപാടി മറ്റേ പുതിയ യൂട്യൂബ് തുടങ്ങുന്നുണ്ട്. പിന്നെ അപ്പം ലിങ്കും കാര്യങ്ങളും അടുത്ത സ്റ്റോറിക്ക് വെയിറ്റ്. പേര് നമ്മ പിന്നെ പബ്ലിഷ് ചെയ്ത് നാളെ വൈകുന്നേരം 7 മണിക്കാട്ടോ. ഇതെല്ലാം ഇവരോട് ചോദിക്കണം. നാളെ വരുന്ന നിങ്ങൾ സ്റ്റോറി ഇടും കേട്ടോ. നിങ്ങൾ ചോദിക്കണം കേട്ടോ നാളെ വന്നതിനോട്. ഓക്കെ എന്നാല് കേട്ടോ. അപ്പൊ ഗൈസ് ഗുഡ് നൈറ്റ്.